മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്രത്തിന്റെ തീരുമാനം. ദിനാചരണം ഭരണകൂട ഭീകരത നേരിട്ടവരെ അനുസ്മരിക്കാനെന്ന് അമിത്ഷാ. വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമലെ, നമുക്കറിയാം ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ആ സമയത്തെ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് ഈ ഒരു രീതിയിൽ ആചരിക്കണമെന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നത്. ഭദ്ര, തീർച്ചയായും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ജൂൺ 25 ഈ ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എക്സിലൂടെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു കറുത്ത അധ്യായം എന്നാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആ ഒരു കറുത്ത അധ്യായത്തിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന അവരെ ഓർമ്മിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിത്ഷായാണ് എക്സിലൂടെ ഈ പ്രഖ്യാപനം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യ മനോഭാവത്തിൻ്റെ ധിക്കാരപരമായ പ്രകടനത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ മുറുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മാധ്യമങ്ങളെയും നിശബ്ദമാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. 1975 അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കുമെന്നാണ് അമിത്ഷാ എക്സിലൂടെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതേ കാര്യം തന്നെ എക്സിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമെതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കുമെന്നാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് അഴിച്ചുവിട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥയുടെ ദുരിതമനുഭവിച്ച ഓരോ വ്യക്തികൾക്കും ആദരവ് അർപ്പിക്കുന്ന ഒരു ദിനം കൂടിയാകും ഈ ഭരണഘടനാ ഹത്യാ ദിനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ പാർലമെന്റിൽ സ്പീക്കർ ഓം ബിർള അടക്കം ആദ്യഘട്ട പ്രസംഗങ്ങളിൽ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു കറുത്ത, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കറുത്ത അധ്യായമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ്ടായിരുന്ന നേതാക്കളെയൊക്കെ അത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിനെതിരെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഭരണപക്ഷത്തിന്റെ ബുദ്ധിപരമായ ഒരു നീക്കം കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുക എന്നത് വഴി സൂചിപ്പിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഭദ്ര. ശരി, അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.